So welcome once again to our Revelation Bible study. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ഭാഗങ്ങളിൽ 7ാമത്തെ അധ്യായം നമ്മൾ ആക്ച്വലി പെട്ടെന്ന് കടന്നുപോയി. അത് ഒന്നും കൂടെ കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് പറയേണ്ടതായിട്ടുണ്ട്. വി വിൽ ഗോ ഇൻ ടു ഇന്ന് നമ്മൾ വെളിപ്പാടിൻ്റെ 7ാം അധ്യായം നമുക്ക് അത് തീർത്തിട്ട് നമുക്ക് പിന്നീട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സിലേക്ക് വരാം. So today we will concentrate on Revelation 7. അപ്പോൾ Revelation 7 രണ്ട് വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, 1,44,000 ജനത്തിനെ, ഇസ്രായേൽ ജനത്തിനെ മുദ്ര വെക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൂടാതെ ഒരു വലിയ ഒരു ജനത കയറി വരുന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തിലേക്ക് ഒന്ന് പോകാം. നമുക്കിന്ന് ആ 7ാം അധ്യായം 1 മുതൽ ഒന്ന് വായിക്കാം. റെഡി ആണെങ്കിൽ യു കൻ റീഡ് ഇറ്റ്. അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റുകളും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണുകളിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കിൽ നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേരായിരുന്നു. യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000. അപ്പൊ ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയുടെ 4 കാറ്റുകളും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണുകളിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ വീണ്ടും യോഹന്നാൻ കാണുകയാണ്, ഇൻ റിയൽ ടൈം യോഹന്നാൻ അത് കാണുകയാണ്. 4 ദൂതന്മാരാണ് അവിടെ നിൽക്കുന്നത്. ഈ 4 ദൂതന്മാർ തന്നെയാണ് 8ാം അധ്യായത്തിൽ ആദ്യത്തെ 4 കാഹളം ഊതുന്നത്. പക്ഷേ ഈ ദൂതനല്ല സംസാരിക്കുന്നത്, വേറൊരു ദൂതനാണ്. വേറൊരു 2ാമത്തെ വേഴ്സിൽ പറയുന്നത് മറ്റൊരു ദൂതൻ. അപ്പോൾ ഈ 4 പേരെ കൂടാതെ വേറൊരു ദൂതനുണ്ട്. അതാണ് 2ാമത്തെ വാക്യം. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേട് വരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്. അപ്പോൾ ഈ 4 ദൂതന്മാരോട് പുള്ളി ഒരു ഡയറക്ഷൻ, ഒരു കമാൻഡ് കൊടുക്കുകയാണ് അല്ലേ. അത് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ കുറച്ച് പേരെ മുദ്രയിടാനുണ്ട്. ആ മുദ്രയിട്ട് കഴിഞ്ഞിട്ട് ബാക്കി അവർക്ക് കുറച്ച് അധികാരമുണ്ട് സമുദ്രത്തിന്മേലും വൃക്ഷങ്ങൾക്ക് മേലുള്ള കേടുവരുത്തുവാനും. നമുക്കറിയാം 4 കാഹളനാദം ഊതുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നടക്കുന്ന ഒരു സംഭവമാണ് ആ വലിയൊരു ട്രിബുലേഷൻ, ആ വലിയൊരു ജഡ്ജ്മെൻറ്റ്. അപ്പം ഈ 3 ജഡ്ജ്മെൻറ്റാണ്. ഏതാ? മുദ്രകൾ ജഡ്ജ്മെൻറ്റാണ്, കാഹളം ജഡ്ജ്മെൻറ്റാണ്, കലശങ്ങൾ ജഡ്ജ്മെൻറ്റാണ്. ഇതെല്ലാം പല പല ഇൻറ്റൻസിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ കാഹളത്തിന് തൊട്ടു മുമ്പ് മുദ്രയിടുകയാണ് ഈ ദൈവത്തിൻ്റെ ജനതയെ. അത് ആരെയാണെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരുന്നത്. ഇവർ സ്വയം മുദ്രയിടുന്നതല്ല. ചിലർ വിചാരിക്കും നമ്മൾ സ്വയം മുദ്രയിട്ടാൽ നമ്മളതിൽ എണ്ണപ്പെടും. അല്ല, സ്വയം മുദ്രയിടുകയല്ല. ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി മുദ്രയിടുകയാണ്. അപ്പോൾ ദൈവത്തിന് തൻ്റെ ജനം ആരാണെന്നും അത് ആരൊക്കെയാണെന്നും അത് എവിടെയൊക്കെയാണെന്നും കൃത്യമായിട്ട് അറിയാം അല്ലേ. അങ്ങനെ മാറിപ്പോകത്തില്ല. അപ്പോൾ തൻ്റെ ദൂതനെ ഉപയോഗിച്ച് അവരെ ആദ്യം മുദ്രയിടുകയാണ്. അത് ആരാന്നുള്ളത് വളരെ കൃത്യമായി പറയുന്നു. ആ മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു, ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും. അപ്പോൾ ഇത് ആരെയാണ് മുദ്രയിടുന്നത്? ഇസ്രായേൽ മക്കളെയാണ് മുദ്രയിടുന്നത് എന്ന് മാത്രമല്ല 12 ഗോത്രത്തിൽ നിന്നും ആ ഒരു എണ്ണം പറയുന്നുണ്ട്. നമുക്ക് ആ എണ്ണത്തിലേക്ക് പോവാം. 5 മുതൽ. യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, റൂബേൻ ഗോത്രത്തിൽ 12,000, ഗാദ് ഗോത്രത്തിൽ 12,000, ആശേർ ഗോത്രത്തിൽ 12,000, നഫ്താലി ഗോത്രത്തിൽ 12,000, മനശ്ശെ ഗോത്രത്തിൽ 12,000, ഷിമയോൻ ഗോത്രത്തിൽ 12,000, ലേവി ഗോത്രത്തിൽ 12,000, ഇസാഖാർ ഗോത്രത്തിൽ 12,000, സെബൂലൂൻ ഗോത്രത്തിൽ 12,000, യോസഫ് ഗോത്രത്തിൽ 12,000, ബെന്യാമീൻ ഗോത്രത്തിൽ 12,000. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇതിന് വളരെ വ്യക്തമായിട്ട് 12 ഗോത്രങ്ങളുടെ പേര് പറയുന്നുണ്ട്, മുദ്രയിടുന്നുണ്ട് അല്ലേ. അപ്പം ഇവിടെ വിട്ടുപോയ 2 ഗോത്രങ്ങളുണ്ട്. അത് ഡാൻ ഗോത്രത്തിൻ്റെ പേരിവിടെ പറയുന്നില്ല, എഫ്രൈം ഗോത്രത്തിൻ്റെ പേരിവിടെ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഈ 2 ഗോത്രങ്ങളെ എടുത്തു മാറ്റുവാൻ ഒരു പക്ഷേ
ഉണ്ടായ കാരണമെന്ന് പറയാൻ ഈ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വിഗ്രഹ ആരാധന കൊണ്ടുവരാൻ കാരണമായത് ഡാൻ ഗോത്രമാണ്. നമ്മുടെ യെരോബോം രാജാവിൻ്റെ കാലത്ത് നമ്മൾ പഠിച്ചിരുന്നു, കഴിഞ്ഞ സൺഡേ നമ്മൾ പഠിച്ചു. യെരോബോം രാജാവിൻ്റെ സമയത്ത് യെരോബോം നോർത്തേൺ കിങ്ഡം അല്ലേ, ഇസ്രായേൽ എന്ന് പറയുന്ന നോർത്തേൺ കിങ്ഡം, യൂദ എന്ന് പറയുന്നത് സദേൺ കിങ്ഡം ആയിരുന്നു. അവർ ശലോമോൻ രാജാവിൻ്റെ കാലത്തിന് ശേഷം അത് 2 രാജ്യങ്ങളായി മാറി. ഒന്ന് നോർത്തേൺ കിങ്ഡം, മറ്റേത് സദേൺ കിങ്ഡം. നോർത്തേൺ കിങ്ഡത്തിലാണ് ഈ യെരോബോം എന്ന രാജാവ് ഉണ്ടായിരുന്നത്. സദേൺ കിങ്ഡത്തിലാണ് ജൂഡ എന്ന് പറയുന്ന ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന യഥാർത്ഥ രാജാക്കന്മാർ വരേണ്ട ഗോത്രം എന്ന് പറയുന്നാൽ ട്രൈബ് ഓഫ് ജൂഡയാണ്. പക്ഷെ അത് സദേൺ കിങ്ഡം. പക്ഷെ ഇവർ രണ്ട് രാജ്യങ്ങളായി മാറിയത് കൊണ്ട് യെരോബോമിന് അറിയായിരുന്നു ദൈവത്തിൻ്റെ ആലയത്തിനെ ആരാധിക്കുവാനുള്ള യഥാർത്ഥ ആൾക്കാർ വരണമെങ്കിൽ അത് ഇന്ന സ്ഥലത്ത് തന്നെ ആരാധിക്കണം. പക്ഷേ പുള്ളിക്ക് അതിലൊന്നും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് പുള്ളിയുടെ തന്നെ ഒരു റിലീജിയസ് സിസ്റ്റം കൊണ്ടുവന്നു, പുള്ളിയുടെ തന്നെ പുരോഹിതന്മാരെ കൊണ്ടുവന്നു, ബാലിനെ കൊണ്ടുവന്നു. അപ്പോൾ ഈ പുരോഹിതന്മാരും ഈ ദൈവത്തിനെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവരെല്ലാം പതുക്കെ യഹൂദ ഗോത്രത്തിലും സദേൺ കിങ്ഡത്തിലോട്ട് അവർ മാറി. ആ സമയം മുതൽ ഇസ്രായേൽ വിഗ്രഹാരാധനയിലോട്ട് വളരെ ഇൻറ്റൻസായിട്ട് വിഗ്രഹാരാധനയിലോട്ട് കയറി. പക്ഷെ അതുകൊണ്ടാണ് അങ്ങനെ കടുത്ത വിഗ്രഹാരാധനയിൽ നിന്ന ഒരു ഗോത്രം ഡാനായിരുന്നു. ഡാനാണ് അത് കൊണ്ടുവന്നത്. എഫ്രൈം ഗോത്രം അവരുടെ കൂടെ പിടിച്ചിരുന്നു. വളരെയേറെ വിഗ്രഹാരാധനയിൽ നിന്ന ഒരു ഗോത്രമായിരുന്നു എഫ്രൈം ഗോത്രം. നമ്മളത് ഹോശേയുടെ പുസ്തകം വായിക്കുമ്പോൾ അത് പറയുന്നുണ്ട്, യൂദ അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട്, എഫ്രൈം അവൻ്റെ വിഗ്രഹങ്ങളുടെ കൂടെയാണ്, അവനെ വെറുതെ വിട്ടേക്ക്. അതായത് നീ അതിൽ ഇടപെടണ്ട, അവൻ്റെ വിഗ്രഹങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അത് മാറ്റി വെച്ചിരുന്നത്. കാരണം ഡ്യൂട്രോണമിയുടെ പുസ്തകം 29, നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് വായിക്കാം. ഡ്യൂട്രോണമിയുടെ പുസ്തകം 29-ാം അധ്യായം, അതിൻ്റെ ഡ്യൂട്രോണമി ചാപ്റ്റർ 29 വേഴ്സസ് 18 to 21. ദൈവം വളരെ വ്യക്തമായി പറയുന്നുണ്ട് വിഗ്രഹാരാധനയിലേക്ക് കയറുന്ന വ്യക്തികളും അതുവഴി വരുന്ന ഗോത്രങ്ങൾക്കും എന്ത് സംഭവിക്കും എന്നുള്ളത്. ആ ജനതകളുടെ ദേവന്മാരെ ചെന്ന് ആരാധിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. വിഷവും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. അങ്ങനെയുള്ളവൻ ഈ ശാപവചനങ്ങൾ കേൾക്കുമ്പോൾ വരണ്ടതും നനവുള്ളതും ഒരുപോലെ നശിക്കേണ്ടതിന് ഞാൻ എന്റെ ഹൃദയത്തിന്റെ കാഠിന്യ പ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകും എന്ന് പറഞ്ഞ് തന്റെ ഹൃദയത്തിൽ സ്വയം അനുഗ്രഹിക്കും. യഹോവ അവനോട് ക്ഷമിക്കുകയില്ല. യഹോവയുടെ കോപവും തീക്ഷ്ണതയും ആ മനുഷ്യന് നേരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപങ്ങളൊക്കെയും അവന്റെ മേൽ വരും. യഹോവ ആകാശത്തിൽ കീഴിൽ നിന്ന് അവന്റെ നാമം മായ്ച്ചു കളയും. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉടമ്പടിയിലെ സകല ശാപങ്ങളും അനുസരണമായി യഹോവ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും അവനെ ദോഷത്തിനായി വേർതിരിക്കും. അപ്പോൾ ഒരു പക്ഷേ ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം എഫ്രൈമിനെയും ഡാനിനെയും എഫ്രൈമിനെയും മുദ്രയിടലിൽ നിന്ന് മാറ്റി വച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ആ ട്രിബുലേഷൻ കൂടെ, ആ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകും. എന്നാൽ മില്ലീനിയൽ റൂളിൽ 1000 ആണ്ട് വാഴ്ചയിൽ ഡാൻ ഗോത്രം തിരിച്ചു വരുന്നുണ്ട്, എഫ്രൈം ഗോത്രം തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഈ കഷ്ടകാലം അവർ മുദ്രയിടിട്ട് മാറുന്നില്ല, അവരതിൽ കൂടെ കടന്നു പോകും എന്നാണ് ചുരുക്കം. പക്ഷെ ബാക്കി എല്ലാ ഗോത്രത്തിലും 12,000 വെച്ച് തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ പലരും പറയുന്നുണ്ട് നമ്മൾ ഈ 1,44,000 ആൾക്കാരാന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ വളരെ വ്യക്തമായി ഈ ഭാഗം കാണിച്ചിട്ട് ചോദിക്കണം, നിങ്ങൾ ഏത് ഗോത്രത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയണം. അപ്പോൾ അവർ ഗോത്രത്തിൻ്റെ പേര് ചുമ്മാ ബിഡായി പറയുകയാണെങ്കിൽ പറയണം നിങ്ങൾ ഇത് ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളുടെ കഥയാണ്, അത് ചിലപ്പോൾ അവർ ആത്മീയമാണെന്നൊക്കെ ഒരു പക്ഷേ എഴുതി ചേർക്കുവാൻ നോക്കും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇത് വളരെ വ്യക്തമാണ്, വളരെ ക്ലിയറാണ്. ഈ മുദ്രയിടുന്നത് ഇസ്രായേലിലെ 12 ഗോത്രത്തിലെ 1,44,000 പേരാണ്. ഈ മുദ്രയിടുന്നത് ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് ആദ്യത്തെ വട്ടമല്ല ദൈവവചനത്തിൽ മുദ്രയിടുന്നതിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് എസെക്കിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7. അന്നും ദൈവത്തിൻ്റെ ക്രോധം ദൈവത്തിൻ്റെ ജനത്തിന്മേലും ആ ദേശത്തിന്മേലും വരുന്നതിന് മുമ്പ് ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അത് എസെക്കിയേൽ എന്ന പ്രവാചകനിൽ കൂടെയാണ് നമ്മളെ അറിയിക്കുന്നത്. അന്നും ദൈവത്തിൻ്റെ ക്രോധം ഇറങ്ങുമ്പോൾ ചിലരെ മുദ്രയിട്ട് മാറ്റുന്നുണ്ട്. അത് ചിലരെ ദൈവം യാതൊരു കനിവും കാണിക്കരുത് എന്ന് പറഞ്ഞ് സ്വന്തം ജനങ്ങളാണ്. കാരണം അവരത്രത്തോളം വിഗ്രഹാരാധനയിലും അത്രത്തോളം ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ക്രോധത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങ് സ്വർഗത്തോളം എത്തി അവരുടെ പാപങ്ങൾ. എസെക്കിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന് 1 മുതൽ 7 വരെ.
അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, നഗര അധികാരികളെ, ഓരോരുത്തരും തന്റെ നാശകരമായ ആയുധം കയ്യിലേന്തി അടുത്തു വരുവിൻ എന്ന് കൽപ്പിച്ചു. അപ്പോൾ 6 പുരുഷന്മാർ ഓരോരുത്തരും മാരകായുധങ്ങൾ കയ്യിൽ എടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മുകളിലത്തെ പടിവാതിലിന്റെ വഴിയിൽ നിന്ന് വന്നു. അവരുടെ നടുവിൽ ചണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ഒരുവനുണ്ടായിരുന്നു. അവർ അകത്ത് ചെന്ന് താമ്രയാഗപീഠത്തിന്റെ അരികെ നിന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് അധിവസിച്ചിരുന്ന കെരൂബിൽ നിന്ന് ഉയർന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. പിന്നെ അവൻ ചണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. അവനോട് യഹോവ, നീ നഗരത്തിന്റെ നടുവിലൂടെ യെരൂശലേമിന്റെ നടുവിലൂടെ ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളമിടുക എന്ന് കൽപ്പിച്ചു. മറ്റുള്ളവരോട് ഞാൻ കേൾക്കെ അവൻ കൽപ്പിച്ചത്, നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിലൂടെ ചെന്നെത്തുവിൻ. നിങ്ങൾക്ക് കണ്ണിന് ദയ തോന്നരുത്. നിങ്ങൾ കരുണ കാണിക്കുകയും വൃദ്ധന്മാരെയും യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിശേഷം കൊന്നുകളയുവിൻ. എന്നാൽ അടയാളമുള്ള ഒരുവനെയും തുടരുത്. എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ആലയത്തിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി. അവൻ അവരോട്, നിങ്ങൾ ആലയത്തെ അശുദ്ധമാക്കുവിൻ, പ്രാകാരങ്ങൾ നിഹിതന്മാരെ കൊണ്ട് നിറയ്ക്കുവിൻ, മുൻപോട്ട് പോകുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ മുൻപോട്ട് പോയി നഗരത്തിൽ സംഹാരം നടത്തി. അപ്പോൾ ഇത് മുമ്പ് നടന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പം ഇത് പുതിയതായിട്ട് വെളിപാടിൽ നമ്മൾ പുതിയതായിട്ട് കാണുന്നെങ്കിലും ഇത് എസെക്കിയേലിന്റെ സമയത്ത് നടന്നൊരു കാര്യമാണ്. അതിൽ വലിയൊരു സത്യം അവിടെ ഒളിഞ്ഞു കിടക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഒരു വലിയ മർമ്മം അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ദൈവം ഒരു ദേശത്തിൻ്റെ നേരെ തിരിയുന്നതിന് മുമ്പ് ആദ്യം തുടങ്ങുന്നത് തൻ്റെ ആലയത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നാണ്. കാരണം ആ ദേശത്തിന് സത്യം പഠിപ്പിച്ച് കൊടുക്കേണ്ടതും നീതി പഠിപ്പിച്ച് കൊടുക്കേണ്ടതും മ്ലേച്ഛതകളിൽ നിന്ന് മാറി വിശുദ്ധിയിൽ നടക്കേണ്ടത് അവിടുത്തെ പുരോഹിതന്മാരും അവിടെ അതിനു വേണ്ടി നിൽക്കുന്ന ദൈവത്തിൻ്റെ ജനമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം നോക്കി നടത്തിയിരുന്ന പുരോഹിതന്മാർ, അതിനുവേണ്ടി നിന്നിരുന്ന ഓരോരുത്തരും അവരും ഇതേ മ്ലേച്ഛതയിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് അവരും ആ ആലയത്തിനെ മ്ലേച്ഛതകൾ കൊണ്ട് നിറച്ചു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറിയാം, അതിൽ എസെക്കിയേലിനെ ദൈവം ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു ആലയത്തിൽ ഒരു വലിയ ഒരു പാളി ഇളക്കി മാറ്റിയിട്ട് ഒരു വലിയ ഹോൾ ഉണ്ടാക്കിയിട്ട് ദൈവം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പുരോഹിതന്മാർ അവിടെ വെച്ചിരിക്കുന്ന തൻ്റെ വിഗ്രഹങ്ങളും. അന്നും പ്രശ്നം വിഗ്രഹങ്ങൾ തന്നെയാണ്. വിഗ്രഹ ആരാധന എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും നമുക്ക് വിഗ്രഹാരാധനയൊന്നുമില്ല, നമ്മൾ ബിംബങ്ങളെ ആരാധിക്കുന്നുമില്ല. പക്ഷേ നമ്മൾ ഇന്ന് നമ്മുടെ വിഗ്രഹങ്ങളൊക്കെ വേറൊരു രൂപവും വേറൊരു സൈസുമായി മാറിയിരിക്കുന്നു. ചിലർക്ക് അവരുടെ ജോലിയായിരിക്കാം, ചിലർക്ക് ആമസോൺ ആയിരിക്കാം. ആമസോണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. അവർക്കൊരു എത്ര സാധനങ്ങൾ വാങ്ങിച്ചാലും അവർക്ക് മതി വരില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു രോഗം പോലെ. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഓരോ സെയിൽ വരുമ്പോഴും അവർക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് വാങ്ങിച്ചേ മതിയാവും. അത് അവർക്ക് ഉപയോഗമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട. കാരണം അവർക്ക് സമൂഹത്തിൽ വേറെന്തൊക്കെയോ തെളിയിക്കാനുണ്ട്. അവർക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വേറെന്തോ തെളിയിക്കാനുണ്ട്. ഇന്നത്തെ ഐഡൽ എന്ന് പറയുന്നത് വളരെ ചിലപ്പം ഇൻസ്റ്റാഗ്രാം ആയിരിക്കാം, ഇന്നത്തെ ഐഡൽ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആയിരിക്കാം, ഇന്ന് ചിലപ്പോൾ നമ്മുടെ വാട്സാപ്പിലെ തമാശകളായിരിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ വചനം മാറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ വെക്കുന്ന എന്തും വിഗ്രഹമായി മാറും എന്ന് ഓർത്തുകൊള്ളുവീൻ. ഈ വിഗ്രഹാരാധന തുടർന്നുകൊണ്ടിരുന്നാൽ ദൈവം അതിനെ തകർക്കുക തന്നെ ചെയ്യും. അന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് തന്നെ ദൈവം ജഡ്ജ്മെന്റ് തുടങ്ങിയെങ്കിൽ ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി നമ്മൾ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ ആലയത്തിനെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ ദൈവത്തിൻ്റെ ജനബാധകൾ കൊണ്ടും പ്രയാസങ്ങളും കൊണ്ടും മരിച്ചു പോകുന്നത്? അവിടെ വലിയൊരു മരണം സംഭവിക്കുകയാണ് അല്ലേ? ഇറങ്ങി വെട്ടുകാരാണ് പറയുന്നത്. അത് എല്ലാ പ്രായക്കാരുടെ മേലിലും അത് വീഴുന്നുണ്ട് എന്നുള്ളതാണ് ഭയാനകമായ ഒരു കാര്യം. അത് വായിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഭീതി തോന്നും. ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് തന്നെ ദൈവം സംഹാരം തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് ആ ദേശത്തെ മൊത്തം തകർക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ സംഹാരം വന്ന് കൊന്നുകളയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു കൂട്ടരെ അപ്പോഴും മുദ്രയിട്ട് മാറ്റിവെക്കുന്നു. ഇങ്ങനെ മുദ്രയിട്ട് മാറ്റിവെക്കുമ്പോൾ ഈ ദൈവം എപ്പോഴും എല്ലാ കാലത്തും ഒരു കൂട്ടരെ
എപ്പോഴും തനിക്കായിട്ട് മാറ്റി വെച്ചിരുന്നു. ഇതിനു മുമ്പ് വേറൊരു കഥയിൽ ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു കൂട്ടർ ഒരു 7000 കണക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ക്ലൂ 7000 എലൈജയുടെ സമയത്ത് എലൈജ ഇതേപോലെ ജെസബലിന്റെ ബാലിന്റെ ആരാധകരെ എല്ലാം വെട്ടി കൊന്നു. 400 ബാലിന്റെ പുരോഹിതന്മാരെ എല്ലാം വെട്ടി വീരനായി നിൽക്കുമ്പോൾ ജെസബൽ ഒരു 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 ഡിഗ്രി പുറവിടും, അവനെ പിടിച്ചോണ്ട് വാ, അവനെ തട്ടാൻ വേണ്ടി. പക്ഷേ ഈ എലൈജ അവിടെ നിന്ന് ഇറങ്ങി ഓടി, വളരെ പേടിച്ചു പോയി. എലൈജ ഇറങ്ങി ഓടി ദൈവത്തിന്റെ സന്നിധി ചെന്ന് പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ, നിന്റെ ദാസന്മാരിൽ നിന്റെ പ്രവാചകന്മാരിൽ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ദൈവം എലൈജയോട് പറയുന്നുണ്ട്, നീ കാണിച്ചു കൊടുക്കുന്നുണ്ട്, നീ മാത്രമല്ല, ഞാൻ എനിക്കായിട്ട് 7000 പേരെ മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ മാത്രം മുട്ടുകുത്തുന്ന 7000 പേര്. എനിക്കിപ്പോഴും തോന്നുന്നു നമ്മുടെ ദേശത്തും പലപ്പോഴും സത്യം വിളിച്ച് പറയേണ്ട സഭകൾ, സത്യം വിളിച്ച് പറയേണ്ട മിനിസ്ട്രികൾ, അത് അവരുടെ വയറുകൾ മാത്രം നിറയ്ക്കുന്ന മിനിസ്ട്രികളും അവരുടെ വയറുകൾ മാത്രം നിറയ്ക്കുന്ന ഹോളുകളുമായി മാറും. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് തന്നെ ദൈവം ജഡ്ജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു എല്ലാ നഗരത്തിലും എല്ലാ രാജ്യത്തിലും ദൈവം അവനായിട്ട് തൻ്റെ സ്വന്തം ജനമായിട്ട് കുറച്ച് പേരെ മുദ്രയിട്ട് മാറ്റിവെക്കും. എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാം. ആ മുദ്രയിട്ട് മാറ്റിയത് ആരെയായിരുന്നു? എസെക്കിയേലിൻ്റെ സമയത്ത് ഈ മ്ലേച്ഛതകളെല്ലാം കണ്ട് നിലവിളിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. നമ്മൾ ഈ മ്ലേച്ഛതകൾ കാണുമ്പോൾ, നിങ്ങളുടെ ചുറ്റും മ്ലേച്ഛതകൾ കാണുമ്പോൾ അതിൽ കംഫർട്ടബിളായി ഇരിക്കല്ലേ. മ്ലേച്ഛതകൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ അലേർട്ടായിട്ട് അത് അപ്പോൾ തന്നെ നീക്കി കളഞ്ഞോണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു കയറുവാൻ നിങ്ങൾ നോക്കണം. നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ വളരെയേറെ മ്ലേച്ഛതകളുണ്ട്, പാപങ്ങളുണ്ട്, ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ അതിലേക്ക് വീണ് പോയേക്കാം. പക്ഷേ എത്രയും പെട്ടെന്ന് പശ്ചാത്തപിച്ച് തിരിച്ചെത്തിക്കൊള്ളണം. ദൈവവചനത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ വസ്ത്രത്തിനെ കഴുകി, ലോകം ഏതെല്ലാം വഴി പോയാലും ഞാൻ ആ വഴി പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്താൽ നമ്മുടെ മനസ്സുകളെ പുതുക്കി നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ വചനം കൊണ്ട് നിറയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മളും അറിഞ്ഞോ അറിയാതെയോ വിഗ്രഹാരാധനയിൽ ചെന്ന് ചാടുന്നവർക്ക് ദൈവം എല്ലാവർക്കും ഒരേ ജഡ്ജ്മെൻ്റാണ് നടക്കാൻ പോകുന്നത്. അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഇത് വിശ്വാസികളുടെ ഇടയിലാണ് ദൈവം ആദ്യം തുടങ്ങുന്നത്. കാരണം അവിശ്വാസികൾക്ക് അത് അറിയില്ല. വിശ്വാസികൾ സത്യദൈവത്തെ അറിഞ്ഞിട്ടും എല്ലാം നീതിയുടെയും വിശുദ്ധിയെക്കുറിച്ച് അറിഞ്ഞിട്ടും ആരാധനയെക്കുറിച്ച് അറിഞ്ഞിട്ടും അത് പഠിപ്പിക്കേണ്ട പുരോഹിതന്മാർ, അത് പഠിപ്പിക്കേണ്ട പ്രവാചകന്മാർ, അത് പഠിപ്പിക്കേണ്ട ദൈവത്തിൻ്റെ ദാസന്മാർ അതിൽ നിന്ന് അകന്ന് വിഗ്രഹാരാധനയിലേക്ക് അവരും സ്വയം കയറി. ബാലനെ ആരാധിച്ച് യെരോബോമിൻ്റെ സമയത്ത് ആ ദൈവത്തിൻ്റെ ജനത മ്ലേച്ഛതകൾ ചെയ്തു തുടങ്ങി. അപ്പോഴാണ് ഹോസേയ എന്ന പ്രവാചകനെ വിട്ട് അത് പറയുന്നത്. നമുക്ക് ആ കഥകൾ അറിയാം, ഇന്ന് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മുദ്രയിടുന്നത് പുതുമയുള്ളൊരു കാര്യമല്ല. അപ്പോൾ 1,44,000 പേരെ മുദ്രയിട്ടു. 12,000 ഓരോ ഗോത്രത്തിൽ നിന്നുണ്ടായിരുന്നു. 2 ഗോത്രങ്ങൾ ഇതിലില്ല, ഡാനും എഫ്രൈമും ഇതിലില്ല. പക്ഷേ പിന്നീട് 1000 ആണ്ട് വാഴ്ചയിൽ ഡാൻ തിരിച്ചു വരുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ അവർ അതിൽ കൂടെ കടന്നു പോകും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗം വേറൊരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ വായിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പം ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നു, പക്ഷെ വേറൊരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണുവാൻ കഴിയാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുൻപിൽ കവിഴ്ന്നു വീണു. ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുവൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആര്, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവയെങ്കിലേക്ക് നടത്തുകയും
ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. അപ്പൊ ഈ ഒരു കൂട്ടര് കടന്നു വരുന്നത് അവരെയും ദൈവം മാറ്റി വെച്ചു. പക്ഷെ ഇവർ ട്രിബുലേഷനിൽ കൂടെ, ആ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ജനതയാണ്. അതിന് മുമ്പ്, കഷ്ടതയ്ക്ക് മുമ്പ് എടുത്ത ദൈവജനതയല്ല ഇത്. ആ സമയത്ത്, അതായത് ദൈവത്തിൻ്റെ ജഡ്ജ്മെൻ്റ് തുടങ്ങി ട്രിബുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്ത് നിന്ന് കടന്നു വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അതിൻ്റെ എണ്ണം നമുക്ക് പറയുന്നില്ല. പക്ഷേ നമുക്ക് എല്ലാ ഗോത്രത്തിൽ നിന്നും, എല്ലാ ലാംഗ്വേജിൽ നിന്നും, എല്ലാ ട്രൈബിൽ നിന്നും, എല്ലാ ഗോത്രത്തിൽ നിന്നും ആൾക്കാർ വരുമെന്ന് പറയുന്നു. അപ്പോൾ ഒരു വലിയൊരു പുരുഷാരം പിശാചിനെ മുട്ടുമറക്കാതെ, പിശാചിൻ്റെ മുദ്ര ഏൽക്കാതെ ദൈവത്തിന് വേണ്ടി, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അവരെല്ലാം തന്നെ ദൈവത്തിന് വേണ്ടി മരിച്ചവരായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് അവർ കുരുത്തോലയും കൊണ്ട് വരുന്നത്. പക്ഷേ ഇതും നമ്മുടെ 24 മൂപ്പന്മാരും ഒരേ കൂട്ടരല്ല. നമുക്ക് ചില കാര്യങ്ങൾ നമുക്കറിയാം. 24 മൂപ്പന്മാർ അവിടെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്, ഇവരെല്ലാം തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ കയ്യിൽ കുരുത്തോലയുണ്ട്, മൂപ്പന്മാരുടെ കയ്യിൽ കിന്നരമാണ് ഉള്ളത്. അപ്പം ഇവർ രാപ്പകൽ, ഇവർ വെറുതെ നിൽക്കുകയല്ല, ഇവർ രാപ്പകൽ ദൈവത്തിനെ സേവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവർ വെറുതെ നിൽക്കുന്നൊരു കൂട്ടരല്ല, വെറുതെ വന്ന് റെസ്റ്റ് എടുക്കുന്ന കൂട്ടരുമല്ല. അവിടെ വലിയൊരു പണി ചെയ്യുന്നുണ്ട്, ഒരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവർ ദൈവത്തിനെ രാപ്പകൽ സേവിക്കുകയാണ്. അവർ വളരെ സന്തോഷത്തിലാണ്. കാരണം എന്തോ, അവർക്ക് അവരുടെ കഷ്ടത കഴിഞ്ഞുപോയി. അതായത് ചില കാര്യങ്ങൾ അവരെ ബാധിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിൽ ഇനി അവരെ തൊടുകയുമില്ല, അല്ലേ? അതായത് ഇത് മൂന്നും സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് അവർ ആ കടന്നുപോയ സാഹചര്യം, ഒരുപക്ഷെ അവർ വിശന്ന് കാണും, ഒരുപക്ഷെ അവർ ദാഹിച്ച് കാണും, ഒരുപക്ഷെ വെയിലടിച്ച് അവർ മരിച്ചു പോയതായിരിക്കാം. ആ കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടമായിരിക്കും. ഈ പിശാചിൻ്റെ മുദ്ര ഏൽക്കാത്തവരെല്ലാം വളരെയേറെ കഷ്ടതയിൽ കടന്നു പോകും. അവരിൽ വളരെയേറെ കണ്ണീരോടെയും വേദനയോടെയാണ് അവർ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് കളയുകയും ചെയ്തു. ഇനി അവർക്ക് കണ്ണുനീരില്ല, ഇനി അവർക്ക് വേദനയില്ല, പ്രയാസങ്ങളില്ല. അവർ എത്തേണ്ടടുത്ത് അവർ എത്തിച്ചേർന്നു. വില കൊടുക്കേണ്ടി വന്നുവെങ്കിലും അവർ എത്തേണ്ടടുത്ത് എത്തുക തന്നെ ചെയ്തു. തൻ്റെ ഏകജാതനായ പുത്രനായ ആ കുഞ്ഞാടിൻ്റെ മുമ്പിൽ അവരാരാധിക്കുവാൻ അവർ ഒത്തുകൂടിയിരിക്കുന്നു. അപ്പം ഇവർ ആ 24 പേര് അല്ല. കാരണം ഇവരാരെന്നുള്ളത് യോഹന്നാനും അറിയത്തില്ല. ഇത് ചിലർ പറയുന്നുണ്ട് പഴയ നിയമത്തിലെ വിശ്വാസികളാണോ അല്ല, പഴയ നിയമത്തിലെ വിശ്വാസികളുമല്ല. കാരണം യോഹന്നാൻ ഇത് ആരാന്ന് അറിയത്തില്ല. പഴയ നിയമ വിശ്വാസികളാണെങ്കിൽ ഒരുപക്ഷെ യോഹന്നാൻ അറിയുമായിരുന്നു. പക്ഷെ ഇവരെ ആർക്കും യോഹന്നാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ കലശങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ട്രിബുലേഷന് മുമ്പ് എടുക്കപ്പെട്ട വിശ്വാസികളല്ല. ഇത് ആ ട്രിബുലേഷനിൽ കൂടെ, ആ കഷ്ടതയുടെ നാളിൽ കൂടെ കയറി വരുന്ന ഒരു കൂട്ടരാണ്. അപ്പോൾ ഇത് എല്ലാ നേഷനും, എല്ലാ ട്രൈബ്, എവറി ട്രൈബ്, പീപ്പിൾ, ലാംഗ്വേജ്, അല്ലേ, അവരെല്ലാം നിൽക്കുകയാണ്. മറ്റ് 24 മൂപ്പന്മാർ ഇരിക്കുകയാണ് അവരുടെ സിംഹാസനത്തിൽ. അപ്പോൾ വേറൊരു കാറ്റഗറിയാണ്, വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിന് ശേഷമാണ് 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതും അരമണിക്കൂറോളം അവിടെ നിശബ്ദത, അല്ലെങ്കിൽ ഏകദേശം മൗനത ഉണ്ടാകുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനിയുള്ളത് 7 കാഹളങ്ങളാണ്. അത് നമ്മൾ കുറച്ച് നോക്കിയിരുന്നു. ഈ കാഹളങ്ങളൊന്നും പുതിയതല്ല, അല്ലേ? കാരണം നമ്മുടെ ഈ ജോഷുവയുടെ പുസ്തകം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, വെളിപാടുമായിട്ട് വളരെയേറെ ചേർന്ന് നിൽക്കുന്ന ഒരു പുസ്തകമാണ്. ദൈവം ആദ്യം എക്സോഡസ്, പുറപ്പാടിൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 19 ഉള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ദൈവം ആദ്യം ദൈവജനത്തിലേക്ക് തൻ്റെ വചനവുമായിട്ട് അവരോട് സംസാരിക്കാൻ വരുമ്പോൾ അവരാദ്യം കേൾക്കുന്നത് ഈ കാഹളങ്ങളാണ്. ഈ കാഹളങ്ങളുടെ ഇൻറ്റൻസിറ്റി കൂടിക്കൂടി അവർ ശരിക്കും ആ മല തന്നെ അതിൻ്റെ പുക കൊണ്ടും സൗണ്ട് കൊണ്ടും കാഹളം നാദം കൊണ്ടും വിറച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാഹളനാദവും ഇന്ന് പെട്ടെന്ന് വന്ന ഒരു സംഭവമല്ല. ഇസ്രായേൽ മക്കൾക്ക് നന്നായിട്ട് അറിയാം ഈ കാഹളം എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് അവരുടെ ഏത് പ്രധാനപ്പെട്ട ചടങ്ങിലും അവർ കാഹളമെടുത്ത് ഊതുന്നത്. കാരണം അവർക്കറിയാം അത് ദൈവത്തിൻ്റെ കാഹളത്തിൻ്റെ ഒരു വലിയ ഒരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതാണ് ആ കാഹളം കൊണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്നാണ് അവർക്ക് ഈ കാഹളം കിട്ടുന്നത്. അത് നമുക്ക് നോക്കണമെങ്കിൽ ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം അതിൻ്റെ 13-16 വായിച്ചാൽ അറിയാം. അവിടെയും 7 കാഹളങ്ങളുണ്ട്. അതായത് വെളിപാടിൽ 7 കാഹളങ്ങളുണ്ട്. എന്നാൽ ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 13-16 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാം. 7 കാഹളങ്ങളെ കുറിച്ച് നമുക്ക് കേൾക്കാം. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളങ്ങൾ പിടിച്ച് കാഹളം ഊതിക്കൊണ്ട് നടന്നു.
ആയുധധാരികൾ അവരുടെ മുൻപിൽ നടന്നു. ശേഷമുള്ളവർ യഹോവയുടെ പെട്ടകത്തിന്റെ പിന്നാലെ നടന്നു. ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു. 2-ാം ദിവസവും അവർ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. ഇങ്ങനെ അവർ 6 ദിവസം ചെയ്തു. 7-ാം ദിവസമോ അവർ അതിരാവിലെ അരുണോദയത്തിൽ എഴുന്നേറ്റ് പട്ടണത്തെ അപ്രകാരം തന്നെ 7 പ്രാവശ്യം ചുറ്റി. അന്ന് മാത്രമാണ് അവർ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റിയത്. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞത്, ആർപ്പിടുവിൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എനിക്കൊന്ന് ഇതൊരു ഈ യെരിഹോവിൻ്റെ മതിലിൻ്റെ അപ്പുറം ജീവിക്കുന്നവരുടെ അവർ പലരും ഹാർട്ട് അറ്റാക്ക് കൊണ്ട് ചത്ത് കാണും കാരണം ഈ കാഹളം കേട്ട്. കാരണം ഇതൊരു ഭയാനകമായ ഒരു അല്ലേ, അകത്ത് നിന്ന് കേൾക്കുന്ന വ്യക്തികൾക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത് പോലും അവർക്ക് പിടികിട്ടുന്നില്ല. ഓരോ ദിവസം കാഹളം മാത്രം ഊതി 7 കാഹളം കൊണ്ട് 7 പുരോഹിതന്മാർ ഈ ജനം ബാക്കിയെല്ലാം മിണ്ടാതെ നിന്നുകൊണ്ട് ഇവരുടെ യെരിഹോ മതിലിന് ചുറ്റും കറങ്ങുകയാണ്. ഇവർ ശരിക്കും ഭയത്തിൽ നിന്ന് കാണും അത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം അവർ തീർച്ചയായും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ പെട്ടകത്തിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. എന്തും സംഭവിക്കാം, ഇത് ചില്ലറക്കാരല്ല, ഇവരുടെ ശക്തി ആ മനുഷ്യരിലൊന്നും നോക്കണ്ട, ആ പെട്ടകമുണ്ടെങ്കിൽ എന്തും സംഭവിക്കാം. അപ്പോൾ ഓരോ ദിവസവും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ ഒരു ടെൻഷൻ നമുക്ക് ആലോചിച്ചറിയാം. ദൈവം ശരിക്കും അവരെ ഭയപ്പെടുത്തി അവിടെ നിർത്തി അല്ലേ. അപ്പോൾ 7 കാഹളങ്ങൾ അന്നും ഉണ്ടായിരുന്നു. ഈ യോശുവ ഒരു മിലിറ്ററി ക്യാമ്പയിനാണ് നടത്തിയത്. മെയിൻലി 10 രാജാക്കന്മാരെതിരെ. പക്ഷേ അതിൻ്റെ മെയിൻ 7 രാജാക്കന്മാരാണ്. മൊത്തത്തിൽ 10 രാജാക്കന്മാരുണ്ടെങ്കിലും 7 രാജാക്കന്മാരുടെ ഇടയിലാണ് മെയിനായിട്ട് നടത്തിയത്. അതൊരു 7 ഇയർ മിലിറ്ററി ക്യാമ്പയിൻ ആയിരുന്നു. 7 വർഷം കൊണ്ടാണ് യോശുവ അത് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ വെളിപാടുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ 2 വിറ്റ്നസസിനെ അല്ലേ, 2 സ്പൈസിനെ വിടുന്നുണ്ട്. വെളിപാടിൽ 2 മോശയും എലൈജയും വരുമ്പോൾ ഇവിടെ 2 സ്പൈസിനെയാണ് വിടുന്നത്. അതിനുശേഷം ഇവിടെയും 6 ദിവസം ഒരു മൗനത പാലിക്കുന്നുണ്ട്. ദൈവത്തെ ജനത്തിനോട് പറയുന്നുണ്ട്, 6 ദിവസം ഒരു അക്ഷരവും മിണ്ടരുത്, 7-ാമത്തെ ദിവസം നിങ്ങൾ ആർപ്പിടണം, അപ്പം യെരിഹോ മതിൽ വീഴുമെന്ന് പറയുന്നുണ്ട്. പിന്നെ വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാജാക്കന്മാരെല്ലാം അഡോണി സെഡക് എന്നൊരു രാജാവിൻ്റെ കീഴിലാണ് അവരെല്ലാം ഒന്നിച്ചത്. അഡോണി സെഡക് എന്ന വാക്കിൻ്റെ അർത്ഥം നീതിയുടെ രാജാവ് അല്ലെ നീതിയുടെ ദൈവം എന്നുള്ളതാണ്. അതായത് അഡോണി സെഡക് എന്ന ഈ രാജാവ് നമ്മുടെ എതിർ ക്രിസ്തുവിനെ പോലെ തന്നെ നിൽക്കുന്നതാണ്. അവനും നീതിയുടെ ഒരു ഭാവത്തോടെയും ക്രിസ്തുവിനെ പോലെ അഭിനയിച്ചു കൊണ്ടാണ് അവൻ നിൽക്കുന്നത്. ഈ ഒരു പേരുള്ള ഈ രാജാവിൻ്റെ കീഴിലാണ് ഇസ്രായേൽ മക്കളിനെതിരെ ആ ബാക്കി 7 രാജാക്കന്മാർ ഒന്നിച്ചത്. അതും വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. പക്ഷേ പിന്നീടുള്ള യുദ്ധത്തിൽ വീണ്ടും അവരെ ദൈവം കൊല്ലുന്നത് സ്വർഗത്തിൽ നിന്ന് കല്ലെറിഞ്ഞു എന്നാണ് പറയുന്നത്. കൽമഴയാണ്, സ്വർഗത്തിൽ നിന്ന് കല്ലെറിഞ്ഞു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 6-ാം അധ്യായത്തിലായിരിക്കണം, 10-ാം വാക്യത്തിലായിരിക്കണം അത് എഴുതിക്കുന്നത്. അപ്പോൾ ഈ കല്ലെറിഞ്ഞ് മരിച്ചവർ ഈ ഇസ്രായേൽ മക്കൾ കൊന്നതിനേക്കാൾ കൂടുതൽ പേർ മരിച്ചത് ഈ സ്വർഗത്തിൽ നിന്ന് ദൈവം കല്ലെറിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് വെളിപാടിലും ഈ കൽമഴയെ നമുക്ക് കാണാം, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുന്നത് കാണാം. അതും നമ്മൾ വായിച്ചു അല്ലേ, കൽമഴയും തീയും ചേർന്ന് ദൈവം തന്നെ ശത്രുക്കളുടെ മേൽ വീഴ്ത്തുന്നത്. അതും ജോഷുവയുടെ പുസ്തകത്തിലുണ്ട്, വെളിപാടിലുമുണ്ട്. പിന്നെ സൂര്യൻ അനങ്ങാതെ നിന്നു എന്ന് പറയുന്നുണ്ട് ഒരു ദിവസത്തേക്ക്. അത് ആക്ച്വലി ഹിസ്റ്ററിയിൽ എല്ലാം എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാ സിവിലൈസേഷനും അന്ന് മുതൽ അവരുടെ കലണ്ടർ മാറ്റുന്നുണ്ട്. എന്തോ ഒരു സെലസ്റ്റിയൽ ഇവൻ്റ് നടന്നുവെന്ന് എല്ലാ ഏത് ഹിസ്റ്റോറി എടുത്ത് പഠിച്ചാലും നമുക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ലോകമെമ്പാടും ഉണ്ടായിരുന്ന സിവിലൈസേഷൻസ് എല്ലാം അവരുടെ കലണ്ടറിൽ വ്യത്യാസം വരുത്തി. അത് ഈ ഒരു ദിവസം മുതലാണ്. അപ്പോൾ യോശുവ ആ യുദ്ധത്തിൽ ദൈവത്തിനോട് യാചിക്കുകയും ദൈവം പറയുന്നുണ്ട് ആ സൂര്യനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അപ്പം വെളിപാടിലും സൂര്യനിലും ചന്ദ്രനിലും വലിയ സയൻസ് നടക്കുന്നു. പിന്നെ ഈ രാജാക്കന്മാരെല്ലാം ചെന്ന് ഒളിക്കുന്നത് ഗുഹയിലാണ്. നമുക്ക് വെളിപാടിൽ നമ്മൾ വായിച്ചു, ഈ വലിയവരും ചെറിയവരും രാജാക്കന്മാരും പ്രഭുക്കന്മാരെല്ലാം ഓടി ഒളിക്കുന്ന ഗുഹയിലാണ്. അപ്പം ഈ വെളിപാടും ജോഷുവയുടെ പുസ്തകവും തമ്മിൽ ഒത്തിരിയേറെ സാമ്യങ്ങളുണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മൾ പഠിക്കുന്നതെല്ലാം ഇതിന് മുമ്പേ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റേ രീതിയിൽ നടന്നിട്ടുണ്ട് അല്ലേ, ദൈവത്തിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോൾ ആ 6 കാഹളങ്ങൾ കഴിഞ്ഞൊരു ഇൻ്റർവെല്ലുണ്ട്, അത് കഴിഞ്ഞ് 7-ാം കാഹളം. കാരണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മെയിനായിട്ട് ഈ മുദ്രകളാകട്ടെ കാഹളങ്ങളാകട്ടെ
കലശങ്ങളാവട്ടെ, അവരെല്ലാം കോമൺ ആയിട്ട് അടിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭൂമിയെ ജഡ്ജ് ചെയ്യുന്നുണ്ട്, ഭൂമിയിൽ മേൽ ഒരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. 2, കടലിന്മേൽ ഒരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. 3, സ്വർഗങ്ങൾ കുലുങ്ങുന്നുണ്ട്. 4, വെള്ളങ്ങൾ, റിവർ അഫക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ 1 ഭൂമി, 2 കടൽ, 3 വെള്ളത്തിൻ്റെ സ്രോതസ്സുകളായ പുഴകളെല്ലാം അല്ലെങ്കിൽ സ്പ്രിങ്സിനെ എല്ലാം അഫക്റ്റഡ് ആവുന്നുണ്ട്. ഏറ്റവും അവസാനം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അത് അഫക്റ്റഡ് ആവുന്നുണ്ട്. ഇത് ഈ കാഹളങ്ങളാകട്ടെ, മുദ്രകളാവട്ടെ, കലശങ്ങളാവട്ടെ, ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ അതിൻ്റെ പക്ഷേ ഇൻറ്റൻസിറ്റി വേറെയാണ് കേട്ടോ. മുദ്രകളിൽ നിന്ന് ഒരു ഇൻറ്റൻസിറ്റി ഹയർ ആണ് കാഹളങ്ങളിൽ നിന്ന് ഒരു ഇൻറ്റൻസിറ്റി ഹൈ ആയിട്ടാണ് കലശങ്ങൾ വരുന്നത്. അപ്പം അവസാനം വരുമ്പോഴത്തേക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. ആക്ച്വലി ഒരു കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു വ്യത്യാസമുണ്ട്, ഞാൻ ഇവിടെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഞാൻ അന്ന് 6ാമത്തെ കാഹളം ഊതുമ്പോൾ ഒരു ആർമി വരുന്നുണ്ട്. അത് 200,000 എന്നാണ് പറഞ്ഞത്. 200,000 അല്ല, 200 മില്യൺ ആണ്. അത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കണക്കൂട്ട് ഞാൻ എഴുതിയത് തെറ്റിപ്പോയതാണ്. 200,000 അല്ല, 200 മില്യൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു സംശയം, അത് നമ്മുടെ വൈറസുകൾ തന്നെയാണോ എന്നുള്ളത്. അത്രയേറെ മില്യൺ ആർമി നമ്മുടെ ലോകത്തിലുണ്ടോ? അത്രയും രാജ്യങ്ങൾ വന്നാൽ അത്രയും കൂടി വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബട്ട് ഐ ഹാവ് എ ഡൗട്ട്. ഇത് എൻ്റെ ഒരു ഡൗട്ടാണ്, എൻ്റെ ഒരു നിഗമനമാണ്. ഇറ്റ് കുഡ് ബി വെരി മച്ച് വൈറസസ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ 7ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ദൈവസഭ ഇതിനു മുമ്പേ എടുക്കപ്പെടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം അവിടെ ഇരുന്നു കൊണ്ട് കാണുന്ന ഒരു സംഭവമാണ്. ഈ വലിയൊരു പുരുഷാരം വരുന്നതും അവർക്കെല്ലാം ദൈവം ഒരു വൈറ്റ് റോബ് കൊടുക്കുന്നുണ്ട് അല്ലേ. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്. അതിന് മുമ്പ് 6ാം അധ്യായത്തിൽ, വെളിപാടിന് 6ാം അധ്യായത്തിൽ ആ യാഗപീഠത്തിന്മേൽ കുറച്ച് ആത്മാക്കളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. നമ്മുടെ രക്തത്തിന് വേണ്ടി പകരം ചോദിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ച് നാളും കൂടി വെയിറ്റ് ചെയ്യാനാണ് അവിടെ പറയുന്നത്. അപ്പം ഇവിടെ ആക്ച്വലി ദൈവം അതിനുള്ള മറുപടി കൊടുത്തു തുടങ്ങി. അതിൻ്റെ എണ്ണമൊക്കെ തേഞ്ഞു. തൻ്റെ നാമത്തിന് വേണ്ടി മരിച്ചവരാണ് ആ ആത്മാക്കളാണ് ആ യാഗപീഠത്തിന് കീഴിൽ കണ്ടത്. പക്ഷേ ഇവിടെ ബാക്കിയുള്ള ഒരു എണ്ണവും ഒരു പക്ഷേ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള കലശങ്ങളും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വരും. അപ്പോൾ ദൈവം ആരെയും മറക്കുന്നില്ല. ദൈവത്തിൻ്റെ കണ്ണ് എല്ലാം കാണുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും, ഏത് ഭാഷയാണെങ്കിലും, ഏത് ഗോത്രത്തിലാണെങ്കിലും, ഏത് രാജ്യത്തിലാണെങ്കിലും ദൈവം തൻ്റെ ജനത്തിനെ മാറ്റുക തന്നെ ചെയ്യും, മുദ്രയിടുക തന്നെ ചെയ്യും, അവർക്ക് വേണ്ടി നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ അതിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ ഒരുപക്ഷെ ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരും. എന്നാൽ നിശ്ചയമായി നമുക്ക് ഒരു കാര്യം അറിയാം, ഒരു നാൾ ആ കുഞ്ഞാടിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കും, നമ്മളും ആ പാട്ടിൽ നമ്മളും ചേരും. രക്ഷ നമുക്ക് വന്നു കഴിഞ്ഞു, അത് ആ സ്വർഗസിംഹാസനത്തിൽ നിന്നുകൊണ്ട്. അതുകൊണ്ടാണ് ആ പാട്ടുകളെല്ലാം നമ്മൾ പഴയ ആളുകൾ, നമ്മുടെ പഴയ പാട്ടുകാരെല്ലാം എഴുതിയ പാട്ടുകളിൽ ഈ വരികളെല്ലാം തന്നെ ഉണ്ടല്ലേ. നമുക്ക് ഓർമ്മയുണ്ട് ചില പാട്ടുകളൊക്കെ. അതൊക്കെ ഇവിടുന്ന് അവർ ഈ വെളിപാട് പഠിച്ചിട്ട് അവർ മനസ്സിലാക്കിയ ഭാഗങ്ങളിൽ നിന്ന് എഴുതിയതാണ്. ഇന്ന് ഈ വെളിപാട് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്താണ്? നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. നമുക്കിത് മനസ്സിലാവുന്നുണ്ടോ? വെളിപാട് നിങ്ങൾ വായിച്ചിട്ട് അത് ധ്യാനിക്കുന്നുണ്ടോ? നമ്മൾ ഇനി അങ്ങോട്ടുള്ളതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ടുള്ള ഒരു 14 അധ്യായങ്ങൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 9ാം അധ്യായം, അല്ലെങ്കിൽ 70 ആഴ്ചയുടെ ആണ്ടുകൾ അല്ലേ, ദ വീക്സ് ഓഫ് ഇയേഴ്സ് നടക്കുന്ന കാര്യങ്ങളാണ് പിന്നെ 14 അധ്യായങ്ങൾ പറയുന്നത്. അതൊരുമാതിരി വെടിക്കെട്ട് പോലെയാണ് കാര്യം നടക്കുന്നത്. ഒന്നിൻ്റെ പുറകെ ഒന്ന് ആയിട്ട് വരികയാണ്. അതും ഇൻറ്റൻസിറ്റി കൂടുകയാണ്. ദൈവത്തിന് ജനമേ, നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു? അതോ നമ്മൾ ഈ ലോകത്തിൽ വളരെ കംഫർട്ടബിളായി ഈ ലോകം കാണിച്ചു തരുന്ന വിഗ്രഹങ്ങളിൽ നമ്മളും പെട്ടുകിടക്കുകയാണോ? ഇന്ന് വിഗ്രഹങ്ങൾക്ക് റിയലായിട്ട് ഫിസിക്കൽ വിഗ്രഹങ്ങൾ വേണമെന്നില്ല. ഇന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന വേറെ പലതരത്തിലുള്ള വിഗ്രഹങ്ങളാണ്. കാരണം സഭ പൂർണ്ണമായി ഇതൊക്കെ മറന്നുപോയി. എടുക്കപ്പെടേണ്ടവരാണെന്നും, അതായത് തൻ്റെ വസ്ത്രം കഴുകി വൃത്തിയാക്കി വെയിറ്റ് ചെയ്യേണ്ടവരാണെന്നും, ഇങ്ങനെ ഒരു കാര്യം ക്രിസ്തു രണ്ടാം വരുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും അവരിപ്പം അധികം പറയുന്നില്ല. അവർ പറയുന്നത് ഇവിടെ നന്നായിട്ട് ജീവിക്കുക, ഇവിടെ നിങ്ങൾ വലിയവരാകുക എന്നുള്ളൊരു പ്രോസ്പെറിറ്റി ഗോസ്പലിന് പുറകെയാണ് പോകുന്നത്.
ഇനി നമുക്കധികം സമയമില്ല. ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വരുവാണെങ്കിൽ, കറണ്ട് അഫയേഴ്സ് പഠിച്ചു വരുവാണെങ്കിൽ, കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് നടക്കും. അപ്പോൾ നിങ്ങൾ ഈ ദൈവവചനം വായിക്കുമ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും വെളിപാടിന് വേണ്ടി മാറ്റിവെക്കുക. നിങ്ങളൊരു പക്ഷേ ദൈവവചനം വളരെ കൃത്യമായി വായിക്കുന്നവരായിരിക്കാം, പക്ഷേ എല്ലാ ദിവസവും കുറച്ച് നേരം വെളിപാട് പഠിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിനി അധികം സമയമില്ല. കാരണം നമ്മൾ ഇന്ന് തന്നെ ഏകദേശം എത്ര പുസ്തകങ്ങളോട് പോയി, എസെക്കിയേൽ പുസ്തകത്തിൽ പോയി, പുറപ്പാട് പുസ്തകത്തിൽ പോയി, യോശുവയുടെ പുസ്തകത്തിൽ പോയി. അതാണ് ഞാൻ പറഞ്ഞത്, വെളിപാടിൽ നിന്നോ ഏകദേശം എല്ലാ പുസ്തകങ്ങളിലേക്കും നമ്മൾ പതുക്കെ കയറി തുടങ്ങും. പക്ഷേ ദൈവത്തിൻ്റെ ജനം കാണിച്ച മണ്ടത്തരങ്ങൾ നമ്മൾ കാണിക്കാൻ പാടില്ല. നമ്മൾ ബാബിലോണിൽ സൂക്ഷിച്ച് നിൽക്കുകയാണോ, അതോ വിഗ്രഹങ്ങളുടെ ഇടയിൽ നമുക്കും വിഗ്രഹങ്ങളുണ്ടോ? ഇതെല്ലാം മാറ്റി ദൈവത്തിൻ്റെ ജനം വചനത്തിൽ കഴുകി വൃത്തിയാക്കി. ഇനി നമ്മൾ നോക്കേണ്ടത് സൈൻസ്, വണ്ടേഴ്സ്, മിറക്കിൾസ്, അതൊന്നും നോക്കി നിൽക്കരുത്. കാരണം ഇനി ചെയ്യാൻ പോകുന്ന അതൊക്കെ ചെയ്യുന്നത് എതിർ ക്രിസ്തുവാണ്. അവനാണ് ഇനി വണ്ടേഴ്സ്, മിറക്കിൾസ് എല്ലാം നടക്കാൻ പോകുന്നത്. അത് കേട്ടിട്ട് ക്രിസ്തു അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് ഓടേണ്ട സമയമില്ല. ദൈവത്തിൻ്റെ ജനം എന്താണ് ചെയ്യേണ്ടത്? ദൈവവചനം എടുത്തുകൊണ്ട് അത് ധ്യാനിച്ച് സ്വന്തം ജീവിതങ്ങൾ മാറ്റേണ്ട സമയമായി. അത് സഭകൾ അത് വിളിച്ചു പറയേണ്ട സമയമായി. നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ദേശത്തിലും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരോടും വിളിച്ചു പറയേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് എത്താറായി. അതാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ചർച്ചക്കാരോട്, നമ്മുടെ സ്നേഹിതർക്ക്, ഇതറിയാത്തവരോട്, അല്ലെങ്കിൽ ഇത് അറിഞ്ഞവരാണെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുക. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തെത്താറായി. നീ ഒരുങ്ങിയിരിക്കുന്നു, നീ റെഡി ആയിട്ട് ഇരിക്കുവാണോ? ഈ ലോകത്തിൽ നീ ജോലി ചെയ്യുമ്പോൾ, ഈ ലോകത്തിൽ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ഈ ചിന്തയിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം നീ ജോലി ചെയ്യേണ്ടത്. നിൻ്റെ ഫോക്കസ് മാറിപ്പോകരുത്. ബുദ്ധിയുള്ള കന്യക പോലെ ഏത് നേരത്തും ക്രിസ്തു വരാമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ എണ്ണ കരുതി കൊണ്ടാണ് ഇരിക്കേണ്ടത്. ഇന്ന് സഭ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും എണ്ണ കരുതിയിട്ടുണ്ടോ? ദൈവവചനം നമ്മൾ പഠിക്കേണ്ടതുപോലെ പഠിക്കുന്നുണ്ടോ? അതോ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യുവാണോ? ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല, ഇനി കഴിഞ്ഞ 2000 വർഷമായിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. നമുക്കറിയാം, നിങ്ങൾ ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2000 വർഷമായിട്ടില്ല, 1970 അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ആകുന്ന സമയം വരുന്നു. ഇനി പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ വരുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, 2030, 33 അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഈ ലോകം പറയുന്നത് സംഭവിക്കുന്നുള്ളൂ. ഓൾറെഡി AI കൊണ്ട് വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അതുകൊണ്ട് സത്യമേത് വ്യാജമേതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. വചനം പഠിക്കുന്നവൻ പഠിക്കട്ടെ, ധ്യാനിക്കുന്നവൻ ധ്യാനിക്കട്ടെ, ജീവിതം മാറ്റുന്നവൻ മാറ്റട്ടെ. പക്ഷേ കലശങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ കാഹളങ്ങൾ ഊതിക്കഴിഞ്ഞാൽ, നമ്മളിവിടെ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ കൂടെ കടന്നു പോകേണ്ടി വരും. നിങ്ങൾ തിരിച്ചുപോയി വീണ്ടും ആ ലെറ്റർ ടു ദ ചേർച്ചസ്, ഞാൻ എപ്പോഴും പറയും, അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ലെറ്റർ, ആ സഭ മാറ്റേണ്ട മാറ്റങ്ങൾ പറയേണ്ട ഭാഗമാണ്. അത് നിങ്ങൾ എഴുതി പഠിച്ച് നിങ്ങളുടെ ജീവിതങ്ങൾ മാറ്റണം. സഭ അനങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ എണിച്ചെന്ന് സഭയോട് പറയണം, നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായി, നമുക്ക് തയ്യാറെടുക്കേണ്ട സമയമായി, നിങ്ങൾ വളരെയേറെ പ്രാർത്ഥനയിലോട്ട് കയറേണ്ട സമയമായി, ജാഗ്രതയുടെ സമയമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സെഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ബാക്കിയുള്ളത് പഠിച്ചിരിക്കണം. ഈ ഒരു സെഷൻ നമ്മൾ ഇംഗ്ലീഷിൽ കടന്നുപോയി, പക്ഷെ ഇവിടെ നമ്മൾ നേരെ 6 കാഹളങ്ങളിലോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ വായിക്കുക, പഠിക്കുക. ജോഷുവയുടെ പുസ്തകം നിങ്ങൾ പറഞ്ഞത് പഠിക്കുക. ഇനി അങ്ങോട്ടുള്ളതെല്ലാം വൻപിച്ച കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഇനി അടുത്ത സെഷൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ 8-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായം ഈ 3 നിങ്ങൾ വായിച്ചിരിക്കണം. യെസ്, ഇത് 3 വായിച്ചുകൊണ്ട് നിങ്ങൾ വേണം അടുത്ത സെഷനിലേക്ക് നമ്മൾ റെഡിയാവാൻ. അപ്പോൾ അതുവരെ നമുക്ക് ഒരുങ്ങാം, അതുവരെ നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. പക്ഷേ നിങ്ങൾ വെളിപാട് വായിച്ചിട്ട് ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ഇതുവരെ ഉള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഒരു തീ പോവും. അതായത് ഇതുവരെ എഴുതിയിരിക്കുന്നതെല്ലാം, യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവിന് 1 വേഴ്സ് ഉണ്ടെങ്കിൽ അതിന് 2-ാമത്തെ വരവിന് 8 വേഴ്സസ് ഉണ്ട്. അപ്പം ആദ്യത്തെ വരവിനേക്കാൾ കൂടുതൽ എംഫസിസ് കൊടുത്താണ് 2-ാമത്തെ വരവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ക്രിസ്തു വരിക തന്നെ ചെയ്യും. എല്ലാ പാരബിളിലും അത് തന്നെയാണ് പറയുന്നത്, വൈകി വരുന്ന ഒരു യജമാനൻ
വൈകി എന്ന് പറയുന്നത് ആരുടെ പെർസ്പെക്റ്റീവില്ല, ദൈവത്തിൻ്റെ കണ്ണിലല്ല. ആരുടെ കണ്ണിലാണ് വൈകി വരുന്നത്? ദാസന്മാരുടെ കണ്ണിലാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചും നമുക്ക് തോന്നാം വൈകിയിരിക്കുന്നു അല്ലേ, 2000 വർഷം കഴിഞ്ഞിരിക്കുന്നു, വൈകിയിരിക്കുന്നു. പക്ഷേ വരിക തന്നെ ചെയ്യും. പ്രളയം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നീതിമാൻ വിളിച്ചു പറഞ്ഞു, നോഹ അത് വരിക തന്നെ ചെയ്തു. അന്ന് ആ പ്രളയം ഉണ്ടായ സമയത്ത് ഉണ്ടായ നാശനഷ്ടം ചില്ലറയല്ല. എത്ര പേര് മരിച്ചാണോ? അതും ഒരു ലോക സംഭവമാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ എവിഡൻസ് ഉണ്ട്. ഒരു പ്രളയം, വലിയൊരു പ്രളയം വന്നതിൻ്റെ. അപ്പോൾ ഇനി ഭൂമി മറ്റേ ആലിപ്പഴം വീഴുന്നത് പോലെ, അല്ലെങ്കിൽ അത്തിമരം കുലുക്കുമ്പോൾ വീഴുന്നത് പോലെയാണ് ഈ നക്ഷത്രങ്ങൾ വീഴാൻ പോകുന്നത് എന്ന് പറയുന്നു. അത് ഒരു ഭയാനകമായ സമയം തന്നെയായിരിക്കും അല്ലേ. ഒരു മീറ്ററായിട്ടും വീണതിൻ്റെ ഫലമാണ് ഇന്ന് ഡൈനോസേഴ്സ് ഇല്ലാതായിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട അന്നുണ്ടായിരുന്ന ജീവജാലങ്ങൾ ഇന്ന് ഇല്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലത്ത് എല്ലാം തന്നെ ദൈവം തുടച്ച് മാറ്റും. നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണോ? റെഡിയാണോ? ഈ വെളിപാട് നിങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ സമയം എടുക്കണം. പരിശുദ്ധാത്മാവിനാൽ ഇത് സാധിക്കും. ഞാൻ നേരത്തെ പലപ്പോഴും പറയുന്ന പോലെ ഇതൊരു സ്പെഷ്യലിസ്റ്റിന് വേണ്ടി മാത്രമുള്ളതല്ല. ആ 7 സഭയിലുണ്ടായിരുന്ന സാധാരണ വിശ്വാസികൾക്ക് എഴുതിയതാണ്. ഇന്ന് കേൾക്കുന്ന ഓരോ വിശ്വാസികൾക്കും ഇത് ബാധകമാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ ഇത് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അത് നമുക്ക് തുറന്നു തരിക തന്നെ ചെയ്യും. പക്ഷേ അത് ഒരു ദിവസം വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് മടക്കി വെക്കില്ലേ. ഇറ്റ് ഈസ് എ സിമ്പിൾ ബുക്ക് ഇഫ് യു നോ ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ്. പഴയ നിയമം അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ. ഇപ്പോൾ തന്നെ യോശുവ പുസ്തകം നിങ്ങൾ ഒന്നും കൂടെ തിരിച്ചു പോയി വായിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങൾക്കറിയാം ഇത് ഇനിയും സംഭവിക്കും. അപ്പോൾ അന്ന് യെരിഹോ മതിൽ വീണെങ്കിൽ ഇനി ലോകത്തിൻ്റെ എല്ലാ രാജാക്കന്മാരുടെ മേലും എല്ലാ രാജ്യത്തിലും മേലും ഒരു രാജാവ് ഒരു ചോദ്യം ചോദിക്കാൻ വരുന്നുണ്ട്. ദൂതന്മാർ ഇറങ്ങുക തന്നെ ചെയ്യും. അന്ന് നമ്മൾ റിങ്ങിൻ്റെ ഏത് സൈഡിലാണെന്ന് മാത്രം ചോദ്യം അല്ലേ. ബ്ലൂ സൈഡിലാണോ റെഡ് സൈഡിലാണോ എന്ന് ചോദിക്കുന്നതല്ലേ. ഇടി കിട്ടേണ്ട സൈഡിൽ നിൽക്കല്ലേ, ഇടി കൊടുക്കുന്ന ആളുടെ സൈഡിൽ നിൽക്കേ. അപ്പോൾ നമുക്ക് ഒരുങ്ങാം, സഭയായിട്ട് ഒരുങ്ങാം, വ്യക്തികളായിട്ട് ഒരുങ്ങാം. നിങ്ങൾ മറ്റുള്ള സഭകൾ മിനിസ്ട്രീസ് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുമ്പോൾ നിങ്ങൾ ജാഗ്രതയായിട്ട് ഇരിക്കുക. ഇത് ഒരുങ്ങുക, വിശുദ്ധിയിൽ ഒരുങ്ങുക, ദൈവവചനത്തെ അനുസരിക്കുവാൻ ഒരുങ്ങുക. അതാണ് ദിസ് ഇസ് ദ കോൾ ദറ്റ് ഈസ് കമ്മിങ്. അതിനായിട്ട് ഞാൻ പലയിടത്തും അവിടെ വന്നപ്പോൾ സംസാരിച്ചത് അനേകം യുവാക്കർ ഫുൾ ടൈം മിനിസ്ട്രിയിലോട്ട് ഇറങ്ങുകയാണ്. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ബാങ്കേഴ്സ്, ചെറുപ്പക്കാർ കൂട്ടമായിട്ട് ദൈവവേലയ്ക്കായിട്ട് ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് ദൈവം അവരെ വിളിക്കുന്നു എന്ന് പറയുന്നു. അവർക്കൊരു ഏർജൻസി ഉണ്ടെന്ന്. അത് കേട്ട് എനിക്ക് വളരെ അതിശയം തോന്നി. അപ്പോൾ സമയം നമ്മൾ പഠിക്കുന്നത് ശരിയാണ്, സമയം അധികമില്ല. ദൈവം ആ വിളവെടുപ്പിന് ആൾക്കാരെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മൊത്തം അറിയിക്കണം. എല്ലാ ജാതിയിലും എല്ലാ മനുഷ്യരെയും ദൈവം മുദ്രയിട്ട് തുടങ്ങും. അപ്പോൾ അതുവരെ ദൈവം നിങ്ങളെ വചനത്താൽ നയിക്കട്ടെ. മുന്നോട്ട് ശക്തിയോടെ, ജാഗ്രതയോടെ. ഈ ലോകത്തിനെ സ്നേഹിക്കരുതേ. ലോകത്തിൻ്റെ കൂട്ടുകാരല്ല നമ്മൾ വരാനിരിക്കുന്ന രാജ്യത്തിൻ്റെ ആ മക്കളാവുന്നു, വെളിച്ചത്തിൻ്റെ മക്കളാവുന്നു. ആ വെളിച്ചം നിങ്ങളെ ഏവരെയും നയിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ വീക്ക്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് തുറന്നു തന്ന വചനത്തിലായിട്ട് അങ്ങ് സ്തുതിക്കുന്നപ്പാ. അപ്പാ, അങ്ങ് സിംഹാസനത്തിൽ തന്നെ ഇരിക്കുന്നു. അങ്ങ് എഴുതി വെച്ചിരിക്കുന്നതിന് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. അതിൽ ഒരു പുള്ളിയോ വള്ളിയോ മാറാൻ പോകുന്നില്ല. അങ്ങ് പറഞ്ഞിരിക്കുന്നത് ഓരോന്നും അത് സംഭവിക്കുക തന്നെ ചെയ്യും. 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ, 7 മുദ്രകൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ പലതിൻ്റെയും തുടക്കം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതവിടെ കണ്ണുകളെ തുറന്ന് നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാൻ നമ്മളെ സഹായിക്കണമേ. ഈ വചനം നമ്മളെ ഓരോരുത്തരിലേക്കും അയച്ചതിനെ സ്തുതിക്കുന്നപ്പാ. അങ്ങ് എല്ലാ കാലത്തും ഒരു ജനത്തെ മുദ്രയിട്ട് മാറ്റിവെച്ചിരുന്നു. അത് വലിയൊരു കൂട്ടമല്ല, അങ്ങേ അനുസരിക്കുന്ന ഒരു കൂട്ടം, അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുന്ന കൂട്ടം, പാപത്തെ വിട്ടകന്ന് സ്വന്തം ജീവിതം വിശുദ്ധിയിൽ നിർത്തുന്ന ഒരു കൂട്ടർ. അപ്പോൾ ആ മ്ലേച്ഛതകളിൽ നിന്ന് മാറി അങ്ങയുടെ വിശുദ്ധിയോട് ചേർന്ന് അങ്ങയുടെ വചനം എടുത്തുകൊണ്ട് നടക്കുന്ന ആ കൂട്ടരെ നമ്മളിൽ ഉൾപ്പെടുത്തണമേ അപ്പാ. നമ്മളതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സഭകളായിട്ടും കുടുംബമായിട്ടും വ്യക്തികളായിട്ടും നമ്മൾ ആ ജാഗ്രതയിലേക്ക് കയറുന്നു അപ്പാ. ബുദ്ധിയുള്ള കന്യകമാരാവണം നമുക്ക് ഓരോരുത്തർക്കും. അതുകൊണ്ട് അപ്പം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ആ ബുദ്ധിയുള്ള കന്യകമാരാകുവാൻ അവരെ തന്നെ ഒരുങ്ങി ഈ വചനം ഒന്നും കൂടെ ഇരുന്ന് പഠിച്ച് ഇത് നടന്നിട്ടുണ്ടോ, ഇതിൽ എഴുതിയിരിക്കുന്നതോ നടന്നിട്ടുണ്ടോ എന്ന് ഒന്ന് പോയി തിരയുവാൻ, അത് തിരഞ്ഞിട്ട് അവരുടെ ജീവിതങ്ങൾ
മാറ്റുവാൻ അവരുടെ കണ്ണുകളെ തുറക്കണമേ. അങ്ങയുടെ വചനത്തിനായി ഒരിക്കൽ കൂടെ അങ്ങ് സ്തുതിക്കുന്നപ്പാ. ഇന്ന് തന്ന ഓരോന്നിനും ഓരോ അനുഗ്രഹത്തിനും കൃപകൾക്കും we thank you, my Father. We give a thanks offering and a praise offering. Let your name alone be glorified. We wait for thy kingdom that is coming. In Jesus Christ's mighty and matchless name we pray.